ഉംറയ്ക്ക് പോയ നിരവധി മലയാളി തീർത്ഥാടകർ മടക്കയാത്ര സാധ്യമാകാതെ മക്കയിൽ കുടുങ്ങി. വിശ്വസിച്ച പണം നൽകിയ ട്രാവൽ ഏജൻസി നൽകിയത് ഡമ്മി ടിക്കറ്റുകളാണെന്നും തങ്ങളെ ചതിക്കുകയാണെന്നുമാണ് തീർത്ഥാടകരുടെ പരാതി. ഏപ്രിൽ 18-നകം സൗദി വിട്ടില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ തീർത്ഥാടകർ. വിവ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന ഏജൻസി വഴി ഉംറയ്ക്കെത്തിയ തീർത്ഥാടകരാണ് ഇപ്പോൾ മക്കയിൽ ദുരിതത്തിലായിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടക സംഘം ഫെബ്രുവരി അവസാനത്തിലാണ് സൗദിയിലെത്തിയത്. 15 ദിവസത്തെയും 30 ദിവസത്തെയും പാക്കേജുകൾക്കായി 80,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് ഓരോരുത്തരും ഏജൻസിക്ക് നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ നാട്ടിലെത്താനുള്ള ടിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഏജൻസി പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടാണ് തങ്ങൾക്ക് ലഭിച്ചത് വെറും ഡമ്മി ടിക്കറ്റുകൾ മാത്രമാണെന്ന് തീർത്ഥാടകർ തിരിച്ചറിഞ്ഞത്. യുദ്ധം കാരണം ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചെന്നും അതിനാൽ 10,000 രൂപ കൂടി അധികം നൽകണമെന്നും ഏജൻസി ആവശ്യപ്പെട്ടു. ഈ തുക നൽകിയിട്ടും ടിക്കറ്റ് ലഭ്യമാക്കാൻ ഏജൻസി തയ്യാറായില്ലെന്ന് തീർത്ഥാടകർ പരാതിപ്പെട്ടു. ഉംറക്കാർക്ക് താമസിക്കുവാനുള്ള ലൈസൻസ് ഇല്ലാത്ത ഒരു ലോഡ്ജിൽ കൊണ്ട് താമസിപ്പിക്കുകയും അവിടെ ഒരു 10 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഫുഡ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ആ ഫുഡിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഫുഡിന് അവർ പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഫുഡ് സ്റ്റോപ്പ് ചെയ്തത്. ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ഈ വിവ ട്രാവൽസ് എന്ന് പറയുന്ന ആ ട്രാവൽസ് ഒന്ന് ബന്ധപ്പെടുകയോ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഒരുക്കുകയോ ഞങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. നിലവിൽ സ്വന്തം നിലയ്ക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങാനാണ് ഏജൻസി തീർത്ഥാടകരോട് പറയുന്നത്. എന്നാൽ വലിയ തുക നൽകി ഉംറയ്ക്കെത്തിയ പലർക്കും ഇതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഭക്ഷണത്തിനും താമസത്തിനും പോലും വകയില്ലാതെ ബുദ്ധിമുട്ടിയ തീർത്ഥാടകർക്ക് സൗദി ഹജ്ജുംറ മന്ത്രാലയത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് താൽക്കാലികമായി ഭക്ഷണവും താമസ സൗകര്യവും ലഭിച്ചത്. ഒരു മാസത്തെ മരുന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിന്റെ സമയങ്ങൾ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് നാട്ടിൽ പോയെങ്കിലും മരുന്നിന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിൽ തന്നെ കൂടുതൽ ആൾക്കാർ അസുഖക്കാർ സ്വന്തം ടിക്കറ്റ് എടുത്ത് തന്നെ നാട്ടിൽ കയറി പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തവരാണ് ഒരുപാട് പേരും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് താഴ്മയായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഏപ്രിൽ 18 ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ തുടരാവുന്ന അവസാന തീയതി. ഈ കാലാവധിക്കുള്ളിൽ തിരിച്ചുപോയില്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരും. പ്രായമായവരും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരും സംഘത്തിലുണ്ട്. തങ്ങളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. മക്കയിൽ നിന്നും ജുനൈദ് കൊണ്ടോട്ടിക്കൊപ്പം ജലീൽ കണമകലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.